നവമാധ്യമങ്ങളുടെ വിപ്ലവകരമായ മുന്നേറ്റത്തിനിടയിലും വായന ഒരു ശീലമാക്കുക, അതുവഴി വിജ്ഞാനവും വിനോദവും പരമാവധി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തിരുവനന്തപുരത്തെ നിയമസഭാ പുസ്തകോത്സവം 2 വർഷം വിജയകരമായി പിന്നിടുന്നു. വർദ്ധിച്ചുവരുന്ന വായനക്കാരുടെയും പുസ്തകപ്രേമികളുടെയും സജീവ സാന്നിധ്യം ഇതിന് തെളിവാണ്. നവംബർ 1 മുതൽ 7 വരെയാണ് ഈ പുസ്തക മഹോത്സവം. സർക്കാർ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള 160 പ്രസാധകരുടെ 255 സ്റ്റാളുകൾ ഇവിടെയുണ്ട്. കേരളത്തിന്റെ ഭാഗമായി നിയമസഭയും പരിസരവും വൈദ്യുത ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്നു. തിരുവനന്തപുരത്തെ പാളയത്തുള്ള നിയമസഭാ അങ്കണത്തിൽ നടക്കുന്ന ഈ പുസ്തകോത്സവം കേരളത്തിലെ ഏറ്റവും വലിയ അക്ഷരമേളയാണെന്ന് പറയാം. പുസ്തകപ്രേമികൾക്ക് 20% ഡിസ്കൗണ്ടോടെ മലയാള പുസ്തകങ്ങളും 10% ഡിസ്കൗണ്ടോടെ ഇംഗ്ലീഷ് പുസ്തകങ്ങളും വാങ്ങാം. ലൈബ്രറികൾക്കും മറ്റും 35% ഡിസ്കൗണ്ടോടെ മലയാള പുസ്തകങ്ങളും 20% ഡിസ്കൗണ്ടോടെ ഇംഗ്ലീഷ് പുസ്തകങ്ങളും വാങ്ങാം. നമസ്കാരം, ഞാൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സത്യനാണ്. ഈ പുസ്തകമേളയുടെ തിരക്കിനിടയിലാണ് നമ്മളെല്ലാവരും. കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം പുസ്തകോത്സവം വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് 2ാം പതിപ്പാണ്. അന്താരാഷ്ട്ര പുസ്തകോത്സവം നിയമസഭയിൽ നടക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ കച്ചവടം നടത്താൻ എല്ലാ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം കേരളീയവും പൊതുപരിപാടികൾ കൂടി ഉള്ളതുകൊണ്ടാവാം കുറച്ച് കുറവാണ്. എന്നാലും 2-3 ദിവസം കൊണ്ടത് കുറേയും കൂടി മുന്നോട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സവിശേഷത എന്ന് പറയുന്നത് കേവലം പുസ്തക കച്ചവടം മാത്രമല്ല, കുറേയും കൂടി സാംസ്കാരിക പ്രഭാഷണങ്ങൾ ആളുകളുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. പുസ്തക പ്രകാശനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഉത്സവം, പുസ്തകോത്സവം എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ വളരെ സജീവമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. അടുത്ത വർഷവും ഇത് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ വായനക്കാരെയും ആകർഷിക്കാവുന്ന രീതിയിൽ റിഡക്ഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ പുസ്തക മേളയിൽ വിൽപ്പന നടത്തുന്നത്. തീർച്ചയായിട്ടും സാംസ്കാരിക കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുതു ചെറുതുമെന്നിലപ്രിയം ഞാനൊരു പിഴ ചെയ്വതിനോർക്ക ശക്തയാക സ്ഥിരചരിത മദീയ ജീവിതത്തിൽ സ്ഥിരചരിത മദീയ ജീവിതത്തിൽ പരമഭിവാഞ്ച എനിക്ക് നിന്നിലല്ലോ. നമസ്കാരം. ഈ പുസ്തക ലോകം തീർച്ചയായും എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നൊരു അനുഭവമാണ് കാണാൻ കഴിയുന്നത്. വൈവിധ്യമാർന്ന പുസ്തകം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാളിൻ്റെ മുമ്പിലാണ്. അവിടെ ഏതാണ്ട് 1000കണക്കിന് പുസ്തകങ്ങൾ നല്ല രീതിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആളുകൾ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വിൽപ്പന മുൻ കൊല്ലങ്ങളെ അപേക്ഷിച്ച് കുറവായിരുന്നു. കാരണം വിവിധ പരിപാടികളായതുകൊണ്ടായിരിക്കാം. പക്ഷേ വായന മരിക്കുന്നു എന്നൊന്നും പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം ഒരു ഹരമായിട്ട് ആളുകൾ വരുന്നുണ്ട്. പുസ്തകങ്ങൾ അവർ നോക്കുന്നു. എല്ലാവരും ഒരു പക്ഷേ വില കൊടുത്ത് വാങ്ങുന്നില്ലെങ്കിൽ അവർ കൗതുകപൂർവ്വം അത് മറിച്ചു നോക്കുന്നു. ആ പുസ്തകത്തിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നു. അതൊക്കെ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഒരു തലമുറ കൈമാറ്റമാണ്. ഒരു പുതിയ അറിവിലേക്ക് ഇപ്പം ഡിജിറ്റൽ തരത്തിലുള്ള വിജ്ഞാനമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ കണ്ണുകൾ കൊണ്ട് വായിച്ചിട്ടുള്ള ആ ഒരു സംസ്കൃതി അത് മാഞ്ഞു പോയിട്ടില്ലെന്നാണ് ഇവിടെ ഉള്ള ഈ സ്റ്റാളുകളൊക്കെ നമ്മളോട് പറയുന്നത്. അപ്പോൾ വായന മരിക്കുന്നില്ല. ധാരാളമായ എഴുത്തുകാർ കവികളായാലും കഥാകൃത്തുക്കളായാലും ഇപ്പൊ ഇവിടെ പുസ്തക പ്രകാശനങ്ങൾ നടക്കുകയാണ്. എൻ്റെ ആത്മ സുഹൃത്ത് ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിലിന്റെ ബോധിവൃക്ഷ ചുവട്ടിൽ എന്നൊരു പുസ്തകം ഇപ്പൊ പ്രകാശനം കഴിഞ്ഞു. ടി പി ശ്രീനിവാസൻ സാറാണ് പ്രകാശിപ്പിച്ചത്. നല്ല തിരക്ക് ഉണ്ടായി. അപ്പൊ അങ്ങനെ പുസ്തക പ്രകാശനങ്ങൾ, ചർച്ചകൾ, പിന്നെ വിൽപ്പന, അതുപോലെ തന്നെ പ്രദർശനം എല്ലാം കൂടി ഒരു ഉത്സവ ഛായ പകരാൻ ഈ ഉത്സവമേളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതിൽ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാം. 240 പുസ്തകങ്ങൾ പുസ്തകോത്സവ വേദിയിൽ പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ട്. ചർച്ചകളിലും സംവാദങ്ങളിലും എഴുത്തുകാരും വായനക്കാരും പ്രേക്ഷക സമൂഹവും പങ്കെടുക്കുന്നുണ്ട്. പുസ്തകമേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ പുസ്തക പ്രസിദ്ധീകരണശാലക്കാർ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മുടെ വായന മരിച്ചിട്ടില്ല എന്നൊരു തെളിവാണ്. മുമ്പൊക്കെ വിശുദ്ധമായ 1-2 പ്രസിദ്ധീകരണശാലകൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നു.
എന്നിട്ട് വായനക്കാർ മുഴുവൻ കേന്ദ്രീകരിച്ചിരുന്ന അവിടെയാണ്. ഇപ്പോൾ വളരെയേറെ 100-ലധികം പ്രസിദ്ധീകരണശാലക്കാർ വന്നതോടുകൂടി എഴുത്തുകാരുടെ എണ്ണം കൂടിയതോടുകൂടി ഇപ്പോൾ ഈ പുസ്തകം വാങ്ങുന്നവർ തന്നെ ചിതറി പോവുകയാണ്. അതുകൊണ്ട് വായന മരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ മധ്യവയസ്കരായിട്ടുള്ള വായനക്കാരാണ് പുസ്തകശാലകളിൽ നിറയുന്നത്. യുവാക്കളെ കാണുന്നില്ല. യുവാക്കൾ ഡിജിറ്റൽ ടെക്നോളജിയുടെ പുറകെ പോകുന്നത് കൊണ്ടാണോ? അവരെ എങ്ങനെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം? അത് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ട ഒന്നാണ്. പറയരുതേ പഴയ മഹിമകൾ കളകഭേദഭാവങ്ങൾ സമസ്തവും. പറയരുതേ പഴയ മഹിമകൾ കളകഭേദഭാവങ്ങൾ സമസ്തവും. ഉലകുപൊള്ളിക്കുമീ ഹൃദുജാബലം കനമുതൻ കുളിർ കൊണ്ടു നാം നേരിടും. ഉലകുപൊള്ളിക്കുമീ ഹൃദുജാബലം കനവുതൻ കുളിർ കൊണ്ടു നാം നേരിടും. ശാസ്ത്ര സാഹിത്യ പുസ്തകങ്ങളാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാളിൽ വായനക്കാർക്ക് ലഭ്യമായിട്ടുള്ളത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വായനക്കാരനെയും തൃപ്തിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റാളിൽ ലഭ്യമാണ്. സമീപകാലത്തായി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒട്ടേറെ വൈജ്ഞാനിക പുസ്തകങ്ങളുടെ വിവർത്തനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇവിടെ ലഭ്യമാണ്. പ്രൊഫസർ അമർത്യ സെൻ്റെ കൃതികൾ, അതുപോലെ ഡോക്ടർ റോബർട്ട് ഗാലോയുടെ വൈറസ് വേട്ട എന്ന് പറയുന്ന പ്രശസ്തമായ പുസ്തകത്തിൻ്റെ വിവർത്തനം, അതുപോലെ ഡോക്ടർ താണു പത്മനാഭൻ്റെ ശാസ്ത്രത്തിൻ്റെ ഉദയം എന്ന അതിപ്രശസ്തമായ കൃതി, ഇതെല്ലാം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാളിൽ ലഭ്യമാണ്. സാഹിത്യത്തെയും സംസ്കാരത്തെയും സംബന്ധിക്കുന്ന ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുപോലെ സംഗീതത്തെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളും ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വലിയ രീതിയിലുള്ള തിരക്ക് ഈ സ്റ്റാളിൽ അനുഭവപ്പെടുന്നുണ്ട്. ശാസ്ത്ര സാഹിത്യം വളരുന്ന അനുസരിച്ച് വായനക്കാർ കൂടുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷാനിർഭരമായ കാര്യമാണ്. കൂടുതൽ പുസ്തകങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് മലയാളത്തിൻ്റെ ശാസ്ത്ര സാഹിത്യത്തെ സമ്പന്നമാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വായനക്കാരുടെ നിർലോഭമായ സഹകരണം, പിന്തുണ എല്ലായ്പ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. ഈ സമീപകാലത്ത് ഒട്ടേറെ പുസ്തകങ്ങൾ, പുതിയ വൈജ്ഞാനിക മേഖലകളെ സംബന്ധിച്ചുള്ള ഒട്ടേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും പ്രകാശനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മലയാളികളുടെയും അടുത്തേക്ക് ഈ പുസ്തകങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ശാസ്ത്ര സാഹിത്യത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് സംഭവിച്ച കോവിഡ് കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം സംഭവിച്ചിരിക്കുന്ന എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും മാറ്റങ്ങൾ ധാരാളമായി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് പുസ്തകത്തിലും പുസ്തകമേളകളിലും പുസ്തക പ്രസിദ്ധീകരണത്തിലും ഒക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചു. ആ മാറ്റങ്ങളുടെ ഒരു വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് പുസ്തകമേളകളുടെ തിരിച്ചുവരവാണ്. ഇപ്പം നിയമസഭാ പുസ്തകമേള 2 വർഷമായി നടത്തി വരുന്നു, കഴിഞ്ഞ വർഷവും ഈ വർഷവും. ഈ 2 മേളകളിലും പുസ്തകങ്ങൾ ധാരാളമായി വിറ്റഴിയുന്നുണ്ട്. ഈ പുസ്തകമേളകൾ ലാഭം ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മാറിയിട്ട് ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 255ഓളം ബുക്ക് സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ആളുകൾക്കും അവരവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ഇഷ്ടമുള്ള സ്ഥാപനങ്ങളിൽ ചെന്ന് വാങ്ങിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയുന്നത് വ്യക്തികളുടെ കാര്യമാണ്, സ്ഥാപനങ്ങളുടെ കാര്യങ്ങളല്ല. സ്ഥാപനങ്ങൾ അവർക്കുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ചെന്ന് പുസ്തകം വാങ്ങുകയും വാങ്ങാതിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ വ്യക്തികൾ അവർക്ക് ഈ 250 സ്റ്റാളുകൾ സന്ദർശിച്ച ശേഷം അവർക്ക് ഇഷ്ടമുള്ള സ്ഥാപനങ്ങളിൽ ചെല്ലുന്നു, അവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വാങ്ങുന്നു, അവർ മടങ്ങിപ്പോകുന്നു. ചിലപ്പോൾ ഭക്ഷണവും കഴിച്ചിട്ടായിരിക്കും മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിജയമാണ് എന്ന് പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നൂറനാട് മോഹൻ എന്നാണ്, ഉണ്മ മോഹൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉണ്മ എന്ന പ്രസ്ഥാനം തുടങ്ങിയിട്ട് 37 വർഷമായി. അതിൽ 37 വർഷവും ഞാനൊരു ലിറ്റിൽ മാസിക നടത്തിയിരുന്നു. ഉണ്മ എന്ന പേരിൽ ഒരു ലിറ്റിൽ മാസിക നടത്തിയിരുന്നു. ആ മിനി മാസികയിലൂടെ ധാരാളം എഴുത്തുകാർ പുറത്തു വരികയും സാമൂഹിക പ്രശ്നങ്ങളോട് വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ 37 വർഷമായിട്ട്. എന്ത് കണ്ടാലും അത് നമുക്ക് സമൂഹത്തിന് പറ്റാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് വാക്കേർ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉണ്ടാക്കിയതും
അങ്ങനെ വാക്കേർ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകൃതമായതും വളരെ ബൃഹത്തായ ഒരു പുസ്തകം പ്രസിദ്ധീകൃതമായതും അങ്ങനെയാണ്. 37 വർഷത്തെ ലിറ്റിൽ മാഗസിൻ നടത്തിയിരുന്ന ഒരു പരിചയം അല്ലെങ്കിൽ ഒരു പാരമ്പര്യം എനിക്കുണ്ട്. അതിനുശേഷമാണ് അതിൽ എഴുതിക്കൊണ്ടിരുന്ന പുതിയ എഴുത്തുകാരുടെ രചനകൾ പുസ്തകമാക്കണമെന്നുള്ള നിലപാടിലേക്ക് ഞാൻ മാറുകയും പുസ്തക പ്രസാധനം ആരംഭിക്കുകയും ചെയ്തത്. 4 നൂറ്റാണ്ടായി ഉണ്മ പബ്ലിക്കേഷൻസ് ആരംഭിച്ചു. അതിലൂടെ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അത് വിതരണം ചെയ്യപ്പെടുകയും വായനശാലകൾ വഴിയും വായനക്കാർ വഴിയും കേരളത്തിലുടനീളം വിതരണം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴേ 2000-ഓളം പുസ്തകങ്ങൾ ഉണ്മ പബ്ലിക്കേഷൻസിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ വായന ഒരുപാട് പിന്നോക്കം പോയിട്ടുണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ വായിക്കേണ്ടവർ എല്ലാ കാലവും വായിച്ചിരിക്കും. വായന മരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത്. വായന ഒരിക്കലും മരിക്കില്ല. മനുഷ്യൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നോ, ആ സമൂഹം എത്ര കാലമുണ്ടോ അത്രയും കാലം അക്ഷരം, കടലാസ് അല്ലെങ്കിൽ പുസ്തകം, സാഹിത്യം, സാംസ്കാരികം ഇതെല്ലാം നിലനിൽക്കുമെന്നുള്ള എൻ്റെ പ്രതീക്ഷ അത് തന്നെയാണ്. ആ പ്രതീക്ഷയും വെച്ച് പുലർത്തിക്കൊണ്ടാണ് അക്ഷരത്തിൻ്റെ പിന്നാലെ അക്ഷീണമായ യാത്ര ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഉണ്മ പബ്ലിക്കേഷൻസ് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ട് പോകണമെന്നുള്ള ലക്ഷ്യം ഞാൻ ഒരിക്കലും വെച്ച് പുലർത്തിയിട്ടില്ല. മനുഷ്യരെ കൊണ്ട് ജനങ്ങളെ കൊണ്ട് വായിപ്പിക്കുക, പുതിയ പ്രതിഭകൾ ഉണ്ടാകുക, എഴുത്തുകാരുണ്ടാകുക, വായനക്കാരുണ്ടാകുക, പ്രതികരിക്കുന്നവരുണ്ടാവുക, സംസ്കാരം വളർത്തുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ആ വഴിയിലൂടെ ഞാൻ 40 വർഷമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അത് ഇത്തരം പുസ്തകമേളകൾ, പുസ്തകോത്സവങ്ങൾ എപ്പോഴും സമൂഹത്തിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുസ്തകമേളയും പുസ്തകോത്സവവും അതിനോടനുബന്ധമായ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ ജനങ്ങളെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഭരണകൂടം ഈ കാര്യത്തിൽ വളരെ താല്പര്യം എടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എല്ലാ കാലവും ഉണ്മയുടെ വഴിയിലായിരിക്കും സഞ്ചരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാവിലെ 9 മുതൽ രാത്രി വൈകും വരെ പുസ്തക സ്റ്റാളുകൾ തുറന്നിരിക്കും. നോവൽ, കഥകൾ, കവിതകൾ, വൈജ്ഞാനികം, ചരിത്രം, കുറ്റാന്വേഷണം, ശാസ്ത്രം, ബിസിനസ് തുടങ്ങി എല്ലാത്തരം വിഭാഗങ്ങളിലുമുള്ള പുസ്തകങ്ങൾ